ശബരിമലയിൽ ഇത്രയും നാളില്ലാത്ത പ്രശ്നത്തിന് കാരണം 18-ാം പടിക്ക് സമീപത്തെ ആ കൽത്തൂണുകൾ. അത് പൊളിച്ചു മാറ്റണം, എങ്കിൽ മാത്രമേ തീർത്ഥാടകരെ ആഞ്ഞു പിടിച്ചു വലിച്ച് കയറ്റിവിടാനെങ്കിലും പറ്റൂ. അല്ലാതെ ഇക്കണ്ട പോലീസുകാരൊന്നും വാലേ തൂങ്ങി നവകേരളയുടെ പിന്നാലെ പോയതുകൊണ്ടൊന്നുമല്ല എന്നാണ് പോലീസുകാർ പറയുന്നത്. സംഗതി ശബരിമല വിഷയമൊക്കെ വിവാദമായതോടെ ആരുടെയെങ്കിലുമൊക്കെ തലയിൽ വെച്ച് കെട്ടണമല്ലോ. അതിനാണ് ഇപ്പോൾ ഏമാന്മാർ 18-ാം പടിക്ക് സമീപത്തെ കൽത്തൂണുകളിൽ കയറി പിടിച്ചിരിക്കുന്നത്. അത് നീക്കം ചെയ്യണം, അല്ലെങ്കിൽ അത് പൊളിച്ചു കളയണമെന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് 18-ാം പടിക്ക് മുകളിലിരിക്കുന്ന അയ്യപ്പനെ താഴെ ഇറക്കുമോ എന്നതുപോലും കണ്ടറിയാം. അത്തരത്തിലാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളൊക്കെ ശബരിമലയിൽ അരങ്ങേറുന്നത്. ശബരിമലയിൽ ഇക്കുറി അനുഭവപ്പെട്ട അഭൂതപൂർവമായ തിരക്കിനും ഒരിക്കലും നിലയ്ക്കാത്ത ക്യൂവിനുമൊക്കെ കാരണം 18-ാം പടിക്ക് മേൽക്കൂര സ്ഥാപിക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഹൈഡ്രോളിക് മേൽക്കൂര എന്നാണ് പോലീസിന്റെ പരാതി. മേൽക്കൂര നിർമ്മിക്കുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്ന കൽത്തൂണുകൾ തീർത്ഥാടകരെ പടികേറ്റി വിടുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ് പോലീസ് ഇക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 18-ാം പടി വഴി ഭക്തരെ കയറ്റിവിടുന്നതിൽ പോലീസിന് വേഗത കുറവാണെന്ന് ദേവസ്വം ബോർഡ് ആരോപണത്തിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരിക്കുന്നത്. കൊത്തുപണികളോടുള്ള കൽത്തൂണുകൾക്ക് മുകളിൽ ഫോൾഡിംഗ് റൂഫ് അടക്കമുള്ളതായിരുന്നു പദ്ധതി. മഴയും കാറ്റുമുള്ള സമയത്ത് പടിപൂജ നടത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാലാണ് 18-ാം പടിക്ക് മുകളിൽ താൽക്കാലിക ഹൈഡ്രോളിക് മേൽക്കൂര സ്ഥാപിക്കുന്നതെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ വിശദീകരണം. കനത്ത മഴയുള്ളപ്പോൾ തീർത്ഥാടകർക്ക് പടികേറാൻ സാധിക്കാത്ത സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞു തന്നെയാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ ഇതുപോലും പണി പൂർത്തിയാക്കാതെ കിടക്കുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. അപൂർണമായി നിൽക്കുന്ന ഈ തൂണുകൾ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് 1 മിനിറ്റിൽ 75 പേരെങ്കിലും കയറ്റണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത്. ഇതിന് പിന്നാലെ അതിന് കഴിയില്ല എന്നായിരുന്നു ADGP വ്യക്തമാക്കിയതും. തുടർന്നാണ് പോലീസിന് ബുദ്ധിമുട്ടായ കൽത്തൂണുകൾ മാറ്റണമെന്ന ആവശ്യം ഉയരുന്നതും. ഈ കൽത്തൂണുകൾക്കെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും വിശദീകരണവും തേടിയിരുന്നു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനിയുടെ വഴിപാടായാണ് ഹൈഡ്രോളിക് മേൽക്കൂര നിർമ്മിക്കുന്നത്. 18-ാം പടിയോട് ചേർന്ന് പോലീസുകാർ നിന്ന് അയ്യപ്പന്മാരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് 2 തൂണുകൾ വന്നതാണ് ഇപ്പോൾ വിനയായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളും റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. 18-ാം പടിക്ക് മേൽക്കൂര ഇടുന്നതുകൊണ്ട് ഏക പ്രയോജനം തന്ത്രിമാർക്ക് മാത്രമെന്നാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ പറയുന്നത്. അതേസമയം പോലീസിന്റെ വീഴ്ചയാണ് ഈ തിക്കിനും തിരക്കിനും കാരണമെന്നും 18-ാം പടിക്ക് മുന്നിലെ തൂണുകൾ അല്ലെന്നുമാണ് ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നത്. താൻ പ്രസിഡന്റായിരിക്കുമ്പോൾ 1 മിനിറ്റിൽ എത്ര പേരെ 18-ാം പടി കയറ്റാമെന്നതിന്റെ കണക്കെടുത്തായിരുന്നുവെന്നും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ പറയുകയാണ്. ADGPമാരായ ശ്രീജിത്ത്, MR അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ താൻ കൂടി നിന്നാണ് കണക്കെടുപ്പ് നടത്തിയത്. സാധാരണ രീതിയിൽ മിനിറ്റിൽ 60 മുതൽ 65 വരെ അയ്യപ്പന്മാർ ഈ സമയം പടി കയറിയിരുന്നു. പരിശീലനം സിദ്ധിച്ച പോലീസുകാരുടെ സഹായത്തോടെ വേഗം കൂട്ടിയപ്പോൾ ഇത് മിനിറ്റിൽ 80 മുതൽ 92 വരെയായിരുന്നു. പടി കയറാൻ സഹായിക്കുന്ന പോലീസുകാർക്ക് നിൽക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. 18-ാം പടിയുടെ താഴെ നിൽക്കുന്ന പോലീസുകാർക്ക് മേൽക്കൂര ഇടാൻ വേണ്ടി സ്ഥാപിച്ച തൂണ് തന്നെയാണ് തടസ്സമെന്നും പറയുന്നു. ഇത് കാരണം മിനിറ്റിൽ 30 മുതൽ 40 വരെ മാത്രമേ കടത്തിവിടാൻ കഴിയുന്നുള്ളൂ. തിരുമുറ്റത്ത് വലിയ തിരക്ക് കാണാനുമില്ല. 18-ാം പടിക്ക് മേൽക്കൂര ഇടുന്നത് കൊണ്ടാണ് തീർത്ഥാടകർക്ക് 18-ാം പടിക്ക് മേൽക്കൂര ഇടുന്നത് കൊണ്ട് തീർത്ഥാടകർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെന്നും മഴ കാരണം പടിപൂജ മുടങ്ങില്ലെന്നും അതുകൊണ്ട് പ്രയോജനം തന്ത്രിമാർക്ക് മാത്രമാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നൽകിയത്. 18-ാം പടിക്ക് ഹൈഡ്രോളിക് മേൽക്കൂര സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇരുവശത്തും 4 എണ്ണം വീതം 8 തൂണുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 2 എണ്ണം ഏകദേശം 18-ാം പടിയുടെ മധ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ബാക്കിയുള്ളവ വലിയ നടപ്പന്തലിലെ ബാരിക്കേഡ് തുറക്കുന്നിടത്തു നിന്നും 18-ാം പടി വരെയാണുള്ളത്. 18-ാം പടിയുടെ ഏകദേശം മധ്യഭാഗത്തായുള്ള തൂൺ വന്നിരിക്കുന്നിടത്തിരുന്നാണ് പോലീസുകാർ തീർത്ഥാടകരെ പടികേറ്റി വിട്ടിരുന്നത്. ഇപ്പോൾ പോലീസിന് ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല, പടിയിൽ ഇറങ്ങി നിൽക്കുക വേണം. ഇതോടെ കയറിപ്പോകുന്നവർ ഞെരുങ്ങുകയും ഒരേ സമയം കയറുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്യും. നേരത്തെ 18-ാം പടിക്ക് ചില്ല് പോലെ സുതാര്യമായ കാർബോളിക് ഷീറ്റ് കൊണ്ടായിരുന്നു മേൽക്കൂര. ഇത് ദോഷമാണെന്ന് പ്രവചിച്ചാണ് ഇപ്പോൾ ഹൈഡ്രോളിക് മേൽക്കൂര സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം ടാർപോളിനാണ് കെട്ടിയത്. ദൈവപ്രശ്നത്തിൽ ദോഷം നീങ്ങാതെ വന്നപ്പോഴാണ് ഹൈഡ്രോളിക് റൂഫ് എന്ന ആശയം വന്നത്. ഇതിന് സ്പോൺസറേയും കണ്ടെത്തി പണി തുടങ്ങുകയായിരുന്നു. തൂണുകൾ വെച്ചത് പോലീസുകാർക്ക് ഡ്യൂട്ടി ചെയ്യാൻ ഗ്രിപ്പുണ്ടായിരുന്ന 18-ാം പടിയുടെ വശത്താണ്. തൂണിന്റെ ഭാഗം തള്ളി നിൽക്കുന്നതിനാൽ പോലീസുകാർക്ക് പഴയതുപോലെ തീർത്ഥാടകരെ വലിച്ചു കയറ്റിവിടാനുള്ള ഗ്രിപ്പില്ല. 18-ാം പടി കുത്തനെ ഉള്ളതും കാലുകൾ പിടുത്തം ഇല്ലാത്തതുമാണ്. ബലം പ്രയോഗിച്ച ഒരാളെ വലിച്ചു കയറ്റിവിടാൻ പോലീസുകാർ ശ്രമിച്ചാൽ കാലിന് പിടുത്തം കിട്ടില്ല. ഇവർ മുകളിൽ നിന്ന് താഴേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് അയ്യപ്പന്മാർക്ക് വെറും 2 വരിയായി മാത്രമേ പടി ചവിട്ടാൻ പറ്റുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.